2,80,000 ഫുൾ ഓണും ചെയ്യാൻ പറ്റും. ചെറിയൊരു പ്രൈസിന് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 7 സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് 3 7 സീറ്ററുകളുണ്ട്. 1.85. 2030 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 14,000 ഓടിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആക്സിഡന്റും റീപ്ലേസോ സംഗതികളോ ഒന്നുമില്ല. ഇന്ന് നമ്മൾ ഗംഭീരമായ ഒരു ഓഫ് റേറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു വീഡിയോ മിസ്സാക്കണ്ട. അതുകൊണ്ട് നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന 85 PS വരുന്ന ഈ ഒരു ഡസ്റ്ററിന്റെ വില എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓൾട്ടോന്റെ പ്രൈസിനാണ്. ഡീസലിൽ 85 PS വരുന്ന ഈ ഡസ്റ്ററിന് വില വെറും 2.80 അതേപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു വാഗണറിന്റെ പ്രൈസിനെ കൊണ്ടാൻ പറ്റുന്ന ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ഓൾട്ടിസ് ഉണ്ട്. ഡീസൽ i20 ഇതൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്ന പ്രൈസുകളാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് 7 സീറ്റർ വാഹനങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഡിസയറുകൾ, ഓൾട്ടോ 800 ഒക്കെ സാധാരണക്കാരൻ്റെ എല്ലാ ബഡ്ജറ്റുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. കാറോണിലാണ്. അപ്പോൾ നമ്മളെ കൂടെ ഒന്നും ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ലത്തീഫ്ക്കാണ് നമ്മളിവിടെ രണ്ടാമതായിട്ടാണ് വരുന്നത്. അപ്പോൾ ലത്തീഫ്ക്ക ഇത്തവണ നമ്മളെ റംസാനാണ്, പെരുന്നാളിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം വില കുറച്ച് വാഹനങ്ങളുണ്ട്. അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളാണ് നമ്മളെടുത്ത് ഇപ്രാവശ്യം കൂടുതലായിട്ടുള്ളത്. പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബൈക്കിൽ ഒരു കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു പ്രൈസിന്, ഒരു ബുള്ളറ്റിന്റെ പ്രൈസിനെ കൊണ്ടുപോകാം. അപ്പൊ നമ്മളെ ഈ ഒരു കാറോണിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിന്റെ ബാക്ക് സൈഡിൽ കരിപ്പൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടുണ്ട്. അതെ ഒരു നിയറസ്റ്റ് ആയിട്ട് ഒരു നയാറിന്റെ പെട്രോൾ പമ്പ് ഉണ്ട്. അതിന്റെ താഴെയാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് EMA കോളേജ് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ കാറോണിന് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളൊരു SUV നടന്ന ഏറ്റവും കൂടുതൽ ആളുകൾ SUV-കളാണ്. അപ്പോൾ ഒരു ഓൾട്ടോൻ്റെ പ്രൈസിനെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു റെനോ ഡസ്റ്റർ ആണ്. അതും കോഫി ബ്രൗണിൽ 85 PS അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 18-20 മൈലേജും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഒണ്ടനെ അപേക്ഷിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവുമാണ്. അപ്പോൾ അതാണ് നമുക്ക് ഡസ്റ്ററാണ് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം വരുന്ന മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഇതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2014 മോഡല്. ഓക്കെ. 2014 സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ ആണ്. 2019 ഇവിടെ നമ്പറായ വണ്ടിയാണ്. ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം കാലമായിട്ട് നമുക്ക് കേരളത്തിൽ എത്തിയ വണ്ടിയാണ്. 19 മുതൽ ഇവിടെ ഉണ്ട്. KL11 രജിസ്ട്രേഷൻ. നിലവിലും സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇത് ഉള്ളത്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞ നമുക്ക് ഫൈനലായിട്ട് 2,80,000 രൂപയ്ക്ക് 2.80 ചെറിയൊരു പ്രൈസിന് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓണും ചെയ്യാം. അപ്പോൾ നമ്മൾ 1 രൂപ പോലും വേണ്ട ഒരു ബുള്ളറ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് നമുക്കൊരു ഡീസൽ IDV ഉണ്ട്. 1 lakh കിലോമീറ്ററിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അത്ര നമ്മൾ എഞ്ചിൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ചെറിയ പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യാണ്? 2,80,000. 2.80 അത് ഫുൾ ഓൺലൈൻ ചെയ്യാം. അടുത്ത 7 സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് 3 7 സീറ്ററുകളുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡീസലിൽ മാരുതി സുസുക്കി എർട്ടിഗ ആഫ്റ്റർ മാർക്കറ്റ് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ട്. KL41 രജിസ്ട്രേഷൻ വരുന്നത്. ഒരു 7 സീറ്റർ വാഹനം ഒരു 17, 18, 20 തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അപ്പോൾ അത്ര ഒരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈ എർട്ടിഗ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? 2014 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഓക്കെ. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് സംഗതികളൊന്നുമില്ല. പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് എടുത്തു പോയ വണ്ടിയാണ്. 1,76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് കറക്റ്റ് സർവീസ് എടുത്തിട്ടുള്ളൊരു വാഹനമാണ്. അതും 2014 ഡീസലിൽ VDI ആണ്. സോ നമുക്ക് പിന്നെ സെൻട്രൽ AC കാര്യങ്ങൾ അഡീഷണൽ അലോയ്സ് എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. ഇക്കാര്യം നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 4,30,000 രൂപ. 4.30 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ. അത് നമുക്ക് റീപ്ലേസ് ഒന്നും ഇല്ല. പക്ഷെ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 3.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഏകദേശം ഒരു 10-75 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് ഈ ഒരു വാഹനം വരുന്നത്. ഇതും ഡീസൽ തന്നെയാണ്. ഇത് നമുക്ക് മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2013 മോഡൽ. 2013 മോഡൽ സെക്കൻഡ് ഓണറാണ്. ഓക്കെ. അതുപോലെ മേജർ ആയിട്ടുള്ള തട്ടോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അത് നമുക്ക് മറ്റ് ബോണറ്റോ ഒന്നും തന്നെ ഇല്ല. ബോണറ്റോ അല്ലെങ്കിൽ അപ്രോണോ കാര്യങ്ങൾക്കോ ഫെൻഡറോ ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറ്റിയിട്ടുള്ളൂ. അതിലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. അതെ. ഇതും നമുക്ക് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. 7 സീറ്ററിൽ നമുക്ക് സ്വിഫ്റ്റിലൊക്കെ സെയിം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. വലിയൊരു ഫാമിലിക്ക് ബഡ്ജറ്റ് പ്രൈസ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1,48,000 കിലോമീറ്റർ ഓടിയ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഷോറൂം സർവീസ് പക്കായിട്ടുള്ള വണ്ടി. 3,90,000 രൂപ. 390 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ചെറിയൊരു 3,400 വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 10-60 രൂപ ഉണ്ടായ വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ഇനി അടുത്തത് നമുക്ക് 7 സീറ്ററിന് വലിയൊരു സെഗ്മെന്റ് ആണ്. എന്നാൽ നമുക്ക് മൈലേജ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കൂടുതൽ ഇറങ്ങിയൊരു മോഡലാണ് ഷെവർലെ ടവേരയാണ്.
എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2009 മോഡൽ 10 രജിസ്റ്റർ. ഓക്കെ, പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം പേപ്പർ 2030 വരെ പേപ്പർ ഉണ്ട്. പിന്നെ നല്ല ബോഡി നീറ്റുള്ള വണ്ടിയാണ്. ഓക്കെ, നമുക്ക് മേജറായ റീപ്ലേസുകളൊന്നും ഇല്ല അല്ലേ? ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയൊക്കെ ഒന്ന് പിന്നെ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യാനുണ്ട്. നമ്മളിപ്പോ പിന്നെ വന്ന് അതേപോലെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഇതേപോലെ ചെറിയ ടച്ചിങ്സ് ഉണ്ടെന്നുള്ള വേറെ കാര്യമായ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. 2030 വരെ പേപ്പർ ഉണ്ട്. ഇക്കാര്യം നമുക്ക് എത്ര രൂപ കൊടുക്കാം? നമ്മൾ 2 ലക്ഷമാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോ ഫൈനലായിട്ട് നമുക്ക് 1,85,000 രൂപ കൊടുക്കും. 1,85. 2030 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 2026 അവസാനം വരെ ഇൻഷുറൻസ് ഉണ്ട്. നല്ല 4 ടയർ ഉണ്ട്. ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രൈസിന് വലിയൊരു 7 സീറ്റർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നല്ല മൈലേജ് ഉള്ള ഒരു 17-18 മൈലേജ് ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത ന്യൂ ഷേപ്പ് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു 7 സീറ്റ് നോക്കുന്നവർക്ക് 1,85,000 നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് പറ്റാവുന്ന ഒരു അടിപൊളി വാഹനമാണ്. അത്യാവശ്യം ഡിക്കി സ്പേസും നല്ല കംഫർട്ടും മൈലേജ് കിട്ടുന്ന ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. അത് നമുക്ക് നല്ല ഫാൻസി നമ്പറും എല്ലാം വരുന്ന കോഴിക്കോട് വടകര രജിസ്ട്രേഷനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2014 മോഡൽ സിംഗിൾ ഓണറാണ്. 2014 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ? 1,37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, മേജർ സർവീസ് കഴിഞ്ഞല്ലേ? ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. ഓക്കെ, മേജർ സർവീസ് കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞതാണ്. നമുക്കൊരു 18-20 മൈലേജും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നല്ല നീറ്റ് നമുക്ക് പറയാൻ പറ്റും. ബോഡിയിൽ ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. മേജർ ആക്സിഡന്റ് ഒന്നും വന്നിട്ടില്ല. നമ്മളെ ബോഡി ഷേപ്പ് ഒക്കെ അതേപോലുള്ള ഒരു വണ്ടിയാണ്. സോ നമുക്ക് അത്യാവശ്യം കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് ആണ്. 2014 ഡീസൽ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ഫുൾ കവർ ഇൻഷൂർ എടുത്തിട്ട് 3,65,000 രൂപ കൊടുക്കാം. ഓക്കെ, ചെറിയൊരു ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടുപോകാം. അത്യാവശ്യം വലിയൊരു നമുക്ക് സ്പേഷ്യസ് ആയ ഒരു വാഹനം നോക്കുന്നവർക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 18-20 മൈലേജും കിട്ടൂല. ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 3.25 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 10-40 രൂപ ഉണ്ടായ വണ്ടി നമുക്ക് വണ്ടി ഇറങ്ങാം. ഇനി അടുത്ത് നമുക്ക് 2 സ്വിഫ്റ്റുകളാണ്. രണ്ടും 2 കളർ ഓപ്ഷനാണ്. നമുക്ക് നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം. ഗുരുവായൂർ രജിസ്ട്രേഷനിൽ 1133 നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നൊരു ഡീസൽ വേരിയന്റ് വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ. 2012 മോഡൽ. ആക്സിഡന്റ് റീപ്ലേസ് സംഗതികളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, അത് നമുക്ക് ആ ഒരു ബോഡി നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് കൂടിപ്പോയി, 4th ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഓണർഷിപ്പ് കൂടുതൽ, പക്ഷെ ബോഡി നല്ല വൃത്തിയുള്ള ഉള്ള ഒരു വണ്ടിയാണ്. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഫുള്ള് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ ഒന്ന് പിന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നമുക്ക് നമ്മുടെ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒന്നും ചെയ്യിക്കാനില്ല, നേരെ ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1,60,000 കിലോമീറ്റർ ആണ് അതിന്റെ മീറ്ററിൽ കാണുന്നത്. സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം 1,60 ഓടിയതാണല്ലോ. നമ്മൾ സർവീസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ ഒരുവിധം വണ്ടികളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യലുണ്ട്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. നല്ല വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 2,80,000 രൂപ. ചെറിയൊരു പ്രൈസിന് നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് ഉണ്ടാവും. 2.25 വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 10-30 രൂപ ഉണ്ടെങ്കിൽ ഒരു 50 രൂപ ഉണ്ടായ വണ്ടി ഇറക്കാം, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ഇനി അടുത്ത് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്. അത് നമുക്ക് കേൾട്ടർ രജിസ്ട്രേഷൻ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ. 13 മോഡൽ. എങ്ങനെയായിരുന്നു? ഇതും ഓണർഷിപ്പ് 4th ആണ്. നല്ല വണ്ടിയാണ്. നമ്മൾ 2 വർഷം മുമ്പ് നമ്മൾ തന്നെ ഇവിടെ നിന്ന് കൊടുത്ത വണ്ടിയാണ്. ആ പാർട്ടി 2 വർഷം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു തന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബീച്ച് കളറിലൊക്കെ ഉള്ള അടിപൊളി നമുക്ക് സീറ്റ് കവേഴ്സ്, അതേപോലെ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ്. 2013 മോഡൽ ഡീസൽ വണ്ടിയാണ്. 18-20 മൈലേജ് കിട്ടും. VDI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. അത് നമുക്ക് കേൾട്ടണിൽ മലപ്പുറം രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ്. എത്ര രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 3,20,000 രൂപ. 3,20,000 നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ നമുക്ക് 4 ടയർ കാര്യങ്ങളൊക്കെ എല്ലാം പുതിയതാണ്. ഓക്കെ, നിലവിലൊന്നും നമുക്ക് ചെയ്യിക്കാനില്ല. ഒന്നും ചെയ്യാനില്ല. 3,20,000 3,20,000 എന്തെങ്കിലും കുറച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഒരു 10-40 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അതെ. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചെറുവാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ BS6 വേരിയന്റിൽ 2 ഓൾട്ടോ 800കളാണ്. അത് രണ്ടും 2 കളർ ഓപ്ഷനാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഒരു റെഡ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2022 സിംഗിൾ ഓണർ. ഓക്കെ, 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതാണ് നമ്മളെ സീറ്റ് കവർ വരെ പൊട്ടിച്ചിട്ടില്ല വണ്ടി. അത് നമുക്ക് ഇതാണ് സിംഗിൾ ഓണറിൽ വെറും 14,000 കിലോമീറ്റർ മാത്രം ഓടിയ പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. BS6 വേരിയൻ്റ് ആണ്. 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ പക്ക ലോ കിലോമീറ്ററുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്.
ഇക്ക ഇത് എങ്ങനെയായിരുന്നു നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് തന്നെയല്ലേ വരുന്നത്? അതെ, സിംഗിൾ ഓണറാണ്. ഷോറൂം സർവീസ് ലാസ്റ്റ് സർവീസ് 11,000-ലാണ് ചെയ്തത്. 14,000 ഓടിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആക്സിഡന്റും റീപ്ലേസോ സംഗതികളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് ബോർഡിന്റെ മുകളിൽ വന്നിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. 3,60,000 റുപ്യാണ് വില. 360,000. ഈ ഒരു മോഡലൊന്നും ഇറങ്ങുന്നില്ല. ഇല്ല ഇല്ല, ഇപ്പൊ കാണാൻ ഭംഗിയില്ലാത്തൊരു മോഡലാണ്. സോ നമുക്ക് 14,000 കിലോമീറ്റർ ലോ ബഡ്ജറ്റിൽ ഒരു ഓൾട്ടോ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതെ അതെ അതെ. മാക്സിമം ഒരു 3,400 വരെ ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ അതെ അതെ, ഒരു 30,000 റുപ്യ ഉണ്ടായി നമുക്ക് വണ്ടി ഇറക്കാം അല്ല. ഞാൻ അതിൻ്റെ ഒരു കളർ ഓപ്ഷൻ, മറ്റൊരു കളർ ഓപ്ഷൻ ഉണ്ട്. ഇത് KL72 മാനന്തവാടി രജിസ്ട്രേഷൻ അല്ലേ? അതെ അതെ. എങ്ങനെയായിരുന്നു മോഡൽ? 2022 തന്നെയാണ് ഈ വണ്ടി. ഇതും 22 തന്നെയാണ് മോഡൽ അല്ലേ? 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 44,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. 40,000 കിലോമീറ്റർ ആണ് ലാസ്റ്റ് ഷോറൂമിൽ പോയത്. ഓക്കെ. ഇത് നമുക്ക് പക്ക സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളല്ലാണ്ട് സിംഗിൾ ഓണറിനല്ല വണ്ടി. അതെ അതെ, സിംഗിൾ ഓണർ. ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 3,00,000 റുപ്യ. 3,00,000 രൂപ. ഓക്കെ. അതേപോലെ നമുക്കൊരു 3,400 വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 25 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അതൊക്കെ ലോ കിലോമീറ്റർ വണ്ടികളാണ്. അതെ അതെ അതെ. ബാങ്കിങ്ങുള്ള കസ്റ്റമർ ആവണം കേട്ടോ. ഓക്കെ. അടുത്ത തവണ നമുക്ക് ഒന്നുകൂടെ ഓൾട്ടണ്ണൂർ തന്നെയാണ്. അതിന്റെ തൊട്ട് മുന്നത്തെ ജനറേഷനാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 മോഡലാണ്. 2018-19 രജിസ്ട്രേഷൻ. VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, നമ്മൾ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. സിൽവർ ഫിനിഷിംഗ് ആണ്. ഇവിടെ നമുക്ക് തിരുവരങ്ങാടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. സിൽവർ കളറാണ്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അബവ് ആവറേജ് ആണ്. ഓക്കെ. നമുക്ക് എത്ര രൂപ ചെയ്യാം? 2,65,000 റുപ്യ. 2,65 ചെയ്യാം. മാക്സിമം ഒരു VXi ആണ് കേട്ടോ വേരിയന്റ്. അപ്പോൾ അത്യാവശ്യം ഒരു 10-30 രൂപയ്ക്ക് വണ്ടി ഇറക്കും. അതെ അതെ അതെ, വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് ഒന്നുകൂടി ഒരു കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് വാഗണർ. വാഗണറിന് 2 ജനറേഷൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണ് ഒരു ന്യൂ ഫേസ് ഒക്കെ വരുന്നൊരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡൽ. തേർഡ് ഓണർഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബോണറ്റും ഗ്ലാസും മാറിയതാണ് കേട്ടോ. ബോണറ്റും ഗ്ലാസും മാറിയിട്ടുണ്ട്. വേറെ മേജർ ആയിട്ടുള്ള വേറെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ പിന്നെ ഇതിനൊന്നും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനിയിൽ തന്നെയാണ് മാറിയത്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഷോറൂം ഹിസ്റ്ററിയിലുള്ളതാണ്. ഹിസ്റ്ററിയിലുണ്ട്. സോ നമുക്ക് ഹിസ്റ്ററിയൊക്കെ നോക്കാം. അത് നമുക്ക് വേറെ അബ്രോൺ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത 2019 മോഡൽ അല്ലേ? 2017 LXi. 17 LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. നമുക്ക് 2,80,000 റുപ്യ കൊടുക്കാം. ചെറിയൊരു ഓൾട്ടോന്റെ പ്രൈസിനും ഉണ്ടാവും. അതെ അതെ, ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓണും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വാഗണർ പ്ലസ് നമുക്ക് ഫുൾ ഓണും ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഞാൻ അതിൻ്റെ തന്നെ നമുക്കൊരു മറ്റൊരു കളർ ഓപ്ഷനാണ്. ഇത് വാഗണർ ഒരേ സെഗ്മെന്റ് ആയതുകൊണ്ട് ഒരുമിച്ച് കാണിക്കാം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? സെയിം രജിസ്ട്രേഷൻ തന്നെയാണ് അതിനും അല്ലേ? രണ്ടും നമുക്ക് തലശ്ശേരിയാണ് വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ? സെക്കൻഡ് ഓണർ 2009 മോഡൽ. 2029 വരെ പേപ്പർ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റൊക്കെ ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ്. മേജറായ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 1,00,000 റുപ്യ കൊടുക്കാം. 1,00,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. 2009-2029 വരെ പേപ്പറുള്ള വണ്ടി. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വാഗണർ വേണമെന്നുള്ളവർക്ക് ഇതാണ് നമുക്ക് നല്ലൊരു അടിപൊളി വണ്ടി. അത് 29 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അടുത്ത നമുക്കൊരു ഐട്ടൺ ആണ്. അത് നമുക്ക് KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2008 മാഗ്നയാണ് വണ്ടി. മാഗ്ന അന്നത്തെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. ആക്സിഡന്റും റീപ്ലേസും ഒന്നുമില്ല. ഓക്കെ. അതേപോലെ റിയറിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന അന്നത്തെ ഇതിന് ടോപ്പ് ലോഡോ ആയിരിക്കും വണ്ടി അല്ലേ? അതെ അതെ അതെ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? സെക്കൻഡ് ഓണർ ആണ് വണ്ടി. കിലോമീറ്റർ 1,40,000, 1,41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 95,000 റുപ്യ. 95,000 റുപ്യക്ക് 2008 മാഗ്ന ഐട്ടൺ. 28 വരെ പേപ്പറൊക്കെ ഉണ്ടാവും അല്ലേ? അതെ അതെ അതെ, 28 ലാസ്റ്റ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ അത്യാവശ്യം വലിയൊരു വാഹനം നോക്കുന്നവർക്ക് വെറും 90,000 രൂപ 90,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ നോക്കുന്നവർക്ക് 2 കിടിലൻ വണ്ടികളുണ്ട്. ഒന്ന് സിൽവറാണ്, ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ ഫസ്റ്റിന് സിൽവർ. ഇത് നമുക്ക് വയനാട് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2010 വണ്ടി. 2009 മോഡൽ 10 രജിസ്റ്ററാണ്. ഓക്കെ. 2030 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. LXi ആണ്. LXi ആണ്. അന്ന് പിന്നെ LXi ആണ് ഇതിന്റെ ടോപ്പ് ലോഡ് അല്ലേ? ഏസിയും പവർ സ്റ്റിയറിംഗ് മാത്രമാണ് ആൾട്ടിൽ വരുന്നുള്ളൂ.
യെസ്. ഇത് എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് ഓണർഷിപ്പ് ഒക്കെ? ഇത് ഓണർഷിപ്പ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ. അത് തട്ടും ആക്സിഡൻ്റ് ഒന്നുമല്ല. ഓണർഷിപ്പ് നിലവിൽ 5 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഫൈനൽ ഫിക്സഡ് ആയിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ 30 വരെ പേപ്പറുള്ള വണ്ടി കേട്ടോ. അതാണ് 2030 വരെ പേപ്പറുള്ള ഓൾട്ടോ ആണ്. വെറും നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഇത് പാർക്കിംഗ് സെയിലാണ്. ഇത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ റേറ്റ് ഫിക്സഡ് ആണ്. അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. നമ്മളിവിടെ നേരത്തെ 1.20 ചോദിച്ചിട്ടുണ്ടായിനി. ഇപ്പോൾ അവർക്കിത് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കൽ ആവശ്യമായി വന്നുകൊണ്ടാണ് ഓക്കെ ഇങ്ങനെ 1 ലക്ഷം രൂപ ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. അടുത്ത തവണ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2012 LXi. ഓക്കെ. നല്ല അടിപൊളി കളറാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് തവണ പിന്നെ ഹിസ്റ്ററിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. മുകളിൽ നമുക്ക് സ്പോയിലർ കാര്യങ്ങൾ കുറച്ച് റെയിൽ റൂഫൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് 2012 LXi. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പിന്നെ ചെറിയ അപാകത ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് അതായത് 5 അതാണ് അപാകത. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഒരു മേജർ കേസ് അല്ലല്ലോ. ഓക്കെ. നമുക്ക് ഇതും നമുക്ക് 1,10,000 രൂപ കൊടുക്കാം. 1,10 നമുക്ക് കൊടുക്കാം. 2012 മോഡൽ വണ്ടി കേട്ടോ. ഈ ഷെവർലയുടെ ഒരു ബീറ്റാണ്. ഡീസലാണ്. അപ്പോൾ മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം കമ്പനി 25 സംതിങ് കിലോമീറ്റർ മൈലേജ് ഒക്കെ പറയുന്ന ഒരു വണ്ടിയാണ്. 12 മോഡൽ 13 രജിസ്ട്രേഷൻ. ഓക്കെ. മലപ്പുറം വണ്ടിയാണ്. ഓക്കെ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളിയാണ്. നമുക്കിത് പൊതുവെ മൈലേജ് നോക്കി എടുക്കുന്നവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. അതാണ് എത്ര മൈലേജ് കിട്ടുന്ന വണ്ടി ഇപ്പം ഇല്ല അല്ലേ? ഡീസൽ വണ്ടി ഇല്ല, പെട്രോൾ ആണ് കൂടുതലും നമ്മൾ കാണുന്നത്. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ 13 രജിസ്ട്രേഷൻ സിംഗിൾ ഓണറാണ്. ഓക്കെ. നമുക്ക് 75,000 രൂപ കൊടുക്കാം. 75,000 രൂപ. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ 2028 വരെ പേപ്പർ ഉണ്ടാവും. 28ലാണ് റിന്യൂവൽ എടുക്കേണ്ടി വരിക. ഓക്കെ. 28 വരെ പേപ്പറൊക്കെ സെറ്റാണ്. അടുത്തോടെ ചെറിയ ബഡ്ജറ്റ് സാൻഡ്രോ നല്ലൊരു അടിപൊളി വാഹനമുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2006 സാൻഡ്രോസിംഗ്. അന്ന് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 3rd ഓണർഷിപ്പാണ്. ഓക്കെ. 85,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഈ 8 മാസം റിന്യൂവൽ എടുക്കണം. അപ്പോൾ നമുക്ക് വണ്ടി നല്ല വൃത്തിയിലാണ് ഉള്ളത്. ഈ കോലത്തിൽ തന്നെ കൊണ്ട് നമുക്ക് റിന്യൂ എടുക്കാൻ പറ്റില്ല. ടാക്സ് അടച്ചാൽ മതി. ടാക്സും റിന്യൂവലിനുള്ള ചലാൻ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ എടുക്കാൻ പറ്റും. എത്ര ഇത് നമുക്കിപ്പോൾ ഈ കണ്ടീഷനിൽ റിന്യൂവൽ എടുക്കാതാണെങ്കിൽ നമുക്കൊരു 45,000 രൂപ കൊടുക്കാം. ഈ ഒരു കണ്ടീഷനിൽ വെറും 45,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. പേപ്പർ ആക്കിയിട്ടാണെങ്കിൽ പിന്നെ അതിൻ്റെ ചിലവ് നമുക്ക് കാണേണ്ടി വരും. അടുത്ത തവണ നമുക്ക് 2 ഇയോണുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 ഡിലൈറ്റ് പ്ലസ് ആണ്. ഓക്കെ. എസിയും പവർ സ്റ്റിയറിംഗ് അതെ അതെ, എസിയും പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പവർ വിൻഡോ, അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊന്നും വർക്കൊന്നും ചെയ്യിക്കാനില്ല അല്ലേ? ഇല്ല. അതേപോലെ തന്നെ നമുക്ക് പെട്രോൾ അടിച്ചങ്ങനെ ഓടാം. അത്യാവശ്യം ഒരു 16-17 മൈലേജും കിട്ടൂല. അതെ അതെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 1,20 കൊടുക്കാം. 1,20 അല്ലേ? ഒരു ബൈക്കിന്റെ പ്രൈസ് 2013 ഡിലൈറ്റ് പ്ലസ്. ഓക്കെ. നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു 1 ലക്ഷം രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? 1 ലക്ഷം ലോൺ ചെയ്യാം. ഒരു 20 രൂപ ഇറക്കാം. അതെ അതെ അതെ. 1 ലക്ഷത്തിന് ഒരു 3,000-4,000 രൂപ യാത്ര തന്നെ വരുള്ളൂ അല്ലേ? ഞാൻ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. 2013 മാഗ്ന. എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ. 1 lakh സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. മാഗ്ന പ്ലസ് ആണ്. 13 മോഡൽ വണ്ടിയില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1,45,000 രൂപ. 1,45 ചെറിയൊരു പ്രൈസ് നമുക്ക് കൊടുക്കാം. അത് നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 10-30 രൂപ. അതെ 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 അതെ. ഒരു പിന്നെ 10-30 രൂപ ഉണ്ടായ വണ്ടി ഇറക്കാം. ഇതേ പറഞ്ഞ പോലെ ചെറിയൊരു EMI നമുക്ക് വണ്ടി കൊണ്ടുപോകാം. അടുത്ത നമുക്ക് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഓഫർ പ്രൈസിന് കൊടുക്കുന്ന ഒരു വണ്ടി അതാണ് ഈ ഒരു വാഹനം. നമ്മൾ ഡീസൽ എലൈറ്റ് i20 വിത്ത് ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. ഇക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡൽ i20 ആസ്റ്റ. അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇതിൽ നമുക്ക് സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ്സ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, റിയർലി AC വെന്റ്. ഈ ഒരു സെഗ്മെന്റിൽ അന്ന് എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുക്കാം ആ വാഹന ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് നെട്ടിച്ചൊരു വാഹനമാണ് ഈ ഒരു വാഹനം. നല്ല പെർഫോമൻസും മൈലേജും അതേപോലെ തന്നെ നമുക്ക് മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഏതായത് മോഡൽ പറഞ്ഞേക്ക? 2015 ആസ്റ്റ ഡീസൽ എഞ്ചിനാണ്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? 3rd ഓണർഷിപ്പാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമ്മളിത് നേരത്തെ ഇവിടെ 4,40,000 ഒക്കെ നേരത്തെ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇത് സ്പെഷ്യൽ ഓഫറായിട്ട് 4,10,000
10,000 റുപ്യ കൊടുക്കും. 4,10 ഫൈനൽ റേറ്റ് ആണ്. എവിടെ നിന്നും കിട്ടൂല കേട്ടോ, കിട്ടൂല. ഓഫർ പ്രൈസ് നിങ്ങൾ അന്വേഷിച്ചോളൂ. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി സർവീസ് ഉള്ള വണ്ടിയാണ്, അതും ഡീസൽ ഓണർഷിപ്പാണ്. അതാണ് ഇതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്. ഫുൾ ഓൺ ചെയ്തുകൂടെ? അതെ ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. അടുത്താണ് നമ്മൾ പറഞ്ഞൊരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വാഹനം. അത് നമുക്കൊരു ഓൾട്ടോന്റെ പ്രൈസിനാണ് പറഞ്ഞത്. ഡീസൽ വണ്ടിയാണ്. അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ കേരള വാഹനത്തിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടൊയോട്ട കൊറോള ഓൾട്ടിസ്. ഇതൊക്കെ എങ്ങനെയായിരുന്നു മോഡൽ? 2013 ഓൾട്ടിസ് ജെ വേരിയന്റ് ആണ്. ഓക്കെ, തേർഡ് ഓണർഷിപ്പാണ്. ഓക്കെ, മേജർ ആക്സിഡന്റ് റീപ്ലേസ് സംഗതികളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട് ഗ്ലാസ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, നമുക്ക് നല്ല ക്വാളിറ്റി അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതെ അതെ അതെ. സ്വിഫ്റ്റിന്റെ പൈസക്ക് 2013 സ്വിഫ്റ്റിന്റെ പൈസക്ക് 3.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 3.5 ലക്ഷം റുപ്യക്ക് മാക്സിമം പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അതാണ് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. അടുത്ത നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് ഡീസൽ വണ്ടി അത്യാവശ്യം 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? അതെ. ഫോർഡ് ഫിഗോ. എങ്ങനെയായിരുന്നു ഇക്ക മോഡൽ? 2013 മോഡലാണ്. 2013 മോഡൽ 90,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. 18-20 മൈലേജും കിട്ടൂല. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് 1,30,000 റുപ്യ കൊടുക്കും. 1,30,000. 2013 ഡീസൽ വണ്ടിയാണ്. ഫോർഡ് ഫിഗോ കംഫർട്ട് ലൈൻ. അത് നമുക്ക് 1,30,000 ചെറിയ ബഡ്ജറ്റ് ഡീസൽ വണ്ടി. മൈലേജ് നല്ല വണ്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുണ്ടായിരുന്നത് കാറോണിലാണ്. അപ്പോൾ നമുക്ക് നമുക്ക് സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒത്തിരി വലിയ വാഹനങ്ങൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അപ്പോൾ ചെറിയ ബഡ്ജറ്റുള്ള വലിയ വാഹനങ്ങൾ വേണമെന്നുള്ളത് കാറോണ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം നമുക്ക് സെലക്റ്റഡ് ആയ കുറച്ച് വാഹനങ്ങളാണുള്ളത്. സോ നമുക്ക് സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ നമുക്ക് ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ വരെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചെറിയ ബഡ്ജറ്റിലും അത്യാവശ്യം നല്ല വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ടിന് തൊട്ട് പിറകിലായിട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കാറോണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ലത്തീഫ് ക സൈനിങ് ഓഫ്.